വെൽക്കം ബാക്ക് ടു യുണൈറ്റഡ് സെൻട്രൽ. രാവിലെ നമ്മൾ ഹാപ്പി ന്യൂസ് കേട്ടിട്ടാണ് എണീറ്റതെങ്കിൽ പിന്നീട് അങ്ങോട്ട് അത്ര ഹാപ്പി അല്ലാത്ത കാര്യങ്ങളാണ് പുറത്തേക്ക് വന്നത്. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ഒരു സെക്ഷൻ ഓഫ് ഫാൻസ് തീർച്ചയായും ഹാപ്പി ആയിരിക്കും, കാരണം ബ്രൂണോ ഫെർണാണ്ടസ് ഈസ് സ്റ്റേയിങ്. അതുപോലെ തന്നെ ഫ്രീഡം ഫൈറ്റർ സ്കാംജോ ഈസ് കമ്മിങ് ബാക്ക് ഫ്രം ചെൽസി അവരുടെ ഒബ്ലിഗേഷൻ അവർ കംപ്ലീറ്റ് ചെയ്യില്ല. 5 മില്യൺ പെനാൽറ്റി തന്നിട്ട് സാൻജോനെ യുണൈറ്റഡിലേക്ക് തിരിച്ച് പറഞ്ഞു വിടുകയാണ്. എന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കുക. അപ്പം മനസ്സിലാക്കാമല്ലോ സാൻജോൻ്റെ വാല്യൂ. ഇപ്പം എന്തായാലും ഫസ്റ്റ് തിങ് ഫസ്റ്റ് ബ്രൂണോയുടെ കാര്യം പറഞ്ഞു തുടങ്ങാം. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ന്യൂസ് പുറത്തേക്ക് വന്നു. ബ്രൂണോ അൽ ഹിലാലിൻ്റെ കോൺട്രാക്റ്റ് ഓഫർ റിജക്റ്റ് ചെയ്തുകൊണ്ട് 200 മില്യൺ 3 വർഷം കൊണ്ട് 200 മില്യൺ കിട്ടുമെന്നുള്ളൊരു മെഗാ ഓഫർ, 2,000 കോടി രൂപ വേണ്ടാന്നാണ് പുള്ളിക്കാരൻ വെച്ചത്. അപ്പോൾ അങ്ങനെ അത് വേണ്ടാന്ന് വെച്ചിട്ട് യുണൈറ്റഡിൽ തന്നെ തുടരാം എന്നുള്ളൊരു കാര്യമാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ ഫാൻസ് ഭയങ്കര എല്ലാവരും ഒരു സെക്ഷൻ ഓഫ് ഫാൻസ് ഭയങ്കര ഇമോഷണലായിട്ടാണ് ഈ കാര്യത്തെക്കുറിച്ച് അപ്രോച്ച് ചെയ്തത്. ഇപ്പോൾ മലേഷ്യയിലൊക്കെ ചില ആൾക്കാരൊക്കെ ബ്രൂണോ പ്ലീസ് പ്രോമിസ് മീ യു വോണ്ട് ഗോ എന്നൊക്കെ പറഞ്ഞ് കയ്യിലൊക്കെ ഇങ്ങനെ പിടിക്കാൻ ചെല്ലുന്ന ക്രിഞ്ച് സീനുകളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ പൊന്നളിയ, ഇവരൊന്നും വേറെ പണിയില്ല എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഇതിലും മഹാന്മാരായ താരങ്ങൾ നമ്മുടെ ക്ലബ്ബ് വിട്ട് പോയിട്ടുണ്ട്, പക്ഷെ അതിനേക്കാളൊക്കെ വലിയൊരു സംഭവം പോലെയാണ് ഇതിനെ വരുത്തി തീർത്തത്. അപ്പോൾ അങ്ങനെ ഇന്നലെ ഒരു റിപ്പോർട്ട് വന്നിരുന്നു. ജേർണലിസ്റ്റിൻ്റെ പേര് ഞാൻ മറന്നുപോയി, എസ് വെച്ച് തുടങ്ങുന്ന ഒരു പേരിസ്റ്റാണ്, സാഷാന്നോ അങ്ങനെ എന്തുകൊണ്ടാണ്. പുള്ളിക്കാരൻ പറഞ്ഞിരുന്നു ബ്രൂണോയുടെ ഫാമിലിക്ക് സൗദിയിലേക്ക് പോകുന്നതിൽ അത്ര താല്പര്യമില്ല എന്നുള്ളൊരു അഭിപ്രായം ഇങ്ങനെ കണ്ടിരുന്നു. അതിന് ശേഷമാണ് ഇന്നിപ്പോൾ ഈ ഒരു വാർത്ത വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ബ്രൂണോയുടെ ഫാമിലിക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല സൗദിയിലേക്ക് പോകാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് പുള്ളി യുണൈറ്റഡിൽ കണ്ടിന്യൂ ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ എംബുമേനെ കൊണ്ടുവരും, കുണ്ണിയനെ കൊണ്ടുവരും, 2 ഫോർവേഡുകളായി, പിന്നെ ഒരു സ്ട്രൈക്കർ കൂടി വരും. പിന്നെ അതിന് ശേഷം ബ്രൂണോനെ അവിടെ കളിപ്പിക്കും. ആ കാര്യം ഇന്നിപ്പോൾ കുറച്ച് മുമ്പ് വന്നൊരു റിപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂബൻ അമോറിമിൻ്റെ റീബിൽഡിലെ സെൻട്രൽ പീസായിട്ടാണ് ബ്രൂണോനെ കാണുന്നത്. അപ്പോൾ ബ്രൂണോയുടെ ഏറ്റവും വലിയ എബിലിറ്റി എന്താ നമുക്കറിയാം, അവൈലബിലിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിനെ ബെഞ്ചിൽ പിടിച്ചിരുത്താൻ പോകണില്ല. എന്തായാലും പുള്ളി സ്റ്റാർട്ട് ചെയ്യും. എവിടെ സ്റ്റാർട്ട് ചെയ്യും? സെൻട്രൽ മിഡ്ഫീൽഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മിഡ്ഫീൽഡ് എക്സ്പോസ് ആവും. ആ കാര്യം കൊച്ചു പിള്ളേർക്ക് അറിയാം. ഇപ്പോൾ ഈ ആൾക്കാർ ഇനി പറയാൻ പോകുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ഔട്ട്പുട്ടൊക്കെ എടുത്തുകൊണ്ടായിരിക്കും പറയാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ ചാൻസ് ക്രിയേഷൻ, ഈ സാമാനൊക്കെ ആയിരിക്കും പറയാൻ പോകുന്നത്. ഇപ്പോൾ ബോക്സിലേക്ക് ഒരു ക്രോസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ലോങ് ബോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതും ചാൻസ് ക്രിയേഷനാണ്. പക്ഷേ അത് അടിക്കാൻ പറ്റുന്നതാണോ എന്നൊന്നും അവിടെ നോക്കുന്നില്ല. അതൊക്കെ ചാൻസ് ക്രിയേഷനായിട്ട് വരും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് മിഡ്ഫീൽഡിലേക്ക് വന്ന് കഴിയുമ്പോൾ ഗെയിം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മൾ രാവിലെ കൂടിയും പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ PSG കളി കണ്ട് കഴിയുമ്പോൾ അവിടുത്തെ മിഡ്ഫീൽഡേഴ്സിൻ്റെ പ്രകടനവും നമ്മുടെ മിഡ്ഫീൽഡേഴ്സിൻ്റെ പ്രകടനവും തമ്മിൽ ഉള്ള വ്യത്യാസം എന്ന് പറയുന്നത് അതാണ്. ബ്രൂണോ കളിക്കുമ്പോഴുള്ള കുഴപ്പമാണ്. ബ്രൂണോയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ആ ഡിസിപ്ലിൻ ഇല്ല മിഡ്ഫീൽഡിൽ കളിക്കുമ്പോൾ. പുള്ളി ആ ഒരു ഫ്രീ റോൾ കളിക്കുന്ന ഒരു പ്ലെയറാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മിഡ്ഫീൽഡ് പൊട്ടും. അത് എത്ര വലിയ മഹാനായ ഡിഫൻസീവ് മിഡ്ഫീൽഡറെ കൊണ്ട് നടുക്ക് നിർത്തി കഴിഞ്ഞാലും സംഭവിക്കാൻ പോകുന്നൊരു കാര്യം അതാണ്. സെൻട്രൽ മിഡ്ഫീൽഡ് കളിക്കുമ്പോൾ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോൾ മര്യാദയ്ക്ക് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പ്ലേ ഇറ്റ് സിമ്പിൾ. ഫുട്ബോൾ ഈസ് എ സിമ്പിൾ ഗെയിം ബട്ട് ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു പ്ലേ സിമ്പിൾ. യോഹാൻ ക്രൈഫ് പറഞ്ഞിട്ടുള്ള കാര്യം അതാണ്. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഔട്ട്പുട്ടിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പം മാൻ സിറ്റി, ലിവർപൂൾ, അതുപോലെ തന്നെ ആഴ്സണൽ, ഇവരുടെയൊക്കെ മിഡ്ഫീൽഡിലുള്ള പ്ലെയേഴ്സിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൂണോനേക്കാളും കുറവാണ്. പക്ഷെ അവരൊക്കെ നമ്മളെക്കാളും ബെറ്റർ ടീമാണെന്നുള്ളതാണ്. നമ്മളൊരു ക്ലബ്ബ് എന്നുള്ള നിലയിൽ പ്രോഗ്രസ് ആവാൻ പോണില്ല. അതാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യം. ഇപ്പോൾ ഇതല്ലാത്ത അഭിപ്രായം പറയുന്നവരുണ്ടാവാം, തീർച്ചയായിട്ടും അവരുടെ ഒപ്പീനിയനെ ഞാൻ മാനിക്കുന്നു. പക്ഷേ ദിസ് ഈസ് മൈ ഒപ്പീനിയൻ ആൻഡ് ഐ എം എൻടൈറ്റിൽഡ് ടു ഇറ്റ്. സോ ലെറ്റ്സ് സീ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത് നമുക്ക് കാണാം. എന്ത് റോളാണ് കൊടുക്കാൻ പോകുന്നതെന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. മൂവിങ് ഓൺ, ഓഫ് കോഴ്സ് സാൻജോ സിറ്റുവേഷനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ എന്തായാലും സാൻജോ തിരിച്ചു വന്ന് കഴിയുമ്പോൾ അവനെ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങോട്ടേക്ക് ഒരു 30-40 മില്യൺ കിട്ടിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ലാഭം അതാണ്. പക്ഷേ ഇവൻ അങ്ങോട്ട് പോകുമെന്നുള്ള കാര്യം അറിയില്ല. അപ്പോൾ അതുപോലെ വേറെയും ഓപ്ഷൻസൊക്കെ സാൻജോയുടെ മുമ്പിലുണ്ട് എന്നുള്ള രീതിയിൽ പോൺസ് ടീം പറയുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും തിരിച്ചു വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാൻജോയ്ക്ക് ചെൽസിയിലുള്ള വേജ് സ്ട്രക്ചറായിട്ട് ഒത്തു പോകാൻ പറ്റിയില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ സാൻജോയ്ക്ക് നമ്മൾ നല്ല സാലറിയാണ് കൊടുക്കുന്നത്, 300-350 എന്തോ ആണ്. അപ്പോൾ അത്രയും കൊടുക്കാൻ ചെൽസിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ചെൽസി അവനെ തിരിച്ച് പാക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഗൾഫിലേക്കൊക്കെ പറഞ്ഞു വിടുകയാണെങ്കിൽ നമുക്ക് ലാഭമെന്ന് പറയാം. അതുപോലെ തന്നെ ലോറി വിറ്റ്വിൽ ഒരു കാര്യത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു.
റൂബൻ അമോറിമിൻ്റെ മൈൻഡിലുള്ള സ്ട്രൈക്കർ എന്ന് പറഞ്ഞാൽ ഗ്യോക്കേറസ് ആണെന്നുള്ള കാര്യം. അതുപോലെ തന്നെ വിക്ടർ ഓഷിമാൻ്റെ കാര്യം പുള്ളി പറയുന്നില്ല. കാരണം ഡിലാപ്പിനെ നമ്മൾ മിസ് ഔട്ട് ആയതുകൊണ്ട് തന്നെ മേ ബി റീകൺസിഡർ ചെയ്തേക്കാം എന്നുള്ള തരത്തിൽ ലോറി വിറ്റ്വെൽ പറയുന്നുണ്ട്. അവിടെയും ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. കാരണം കൂടുതൽ ആഫ്രിക്കൻ പ്ലെയേഴ്സ് നമ്മുടെ ടീമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡിസംബർ ആയി കഴിയുമ്പോൾ അവരൊക്കെ ആഫ്കോൺ കളിക്കാൻ പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ടീം ആരും ഇല്ലാതെയാവും. സോ അത് ഭയങ്കര സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുപോലെ ഇന്നൊരു കാര്യം, ഒരു കമൻറ്റ് കണ്ടത് എന്തായാലും എനിക്ക് മെൻഷൻ ചെയ്യണമെന്ന് തോന്നി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സുഹൃത്തിൻ്റെ കമൻറ്റ് ഇതായിരുന്നു. അപ്പോൾ ഇതേ ആളാണ് പറഞ്ഞത് കോൺഫറൻസ് ലീഗ് പോലും ഇല്ലാത്തതുകൊണ്ട് പിന്നെ എങ്ങനെയാണ് ഇവിടെ പ്ലെയേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു കമൻറ്റ് പറഞ്ഞ ഒരാളിതാണ്. അപ്പോൾ അയാളാണ് പറയുന്നത് ഏണും റയലൊക്കെ ആയിട്ട് കോമ്പീറ്റ് ചെയ്തെടുത്ത് ഇപ്പോൾ ബ്രൻഫോർഡിൻ്റെ പ്ലെയറിനെയൊക്കെ സൈൻ ചെയ്യുന്നതാണ് വലിയ സെലിബ്രേഷൻ. ഈ പറയുന്ന റയൽ മാഡ്രിഡ് 2 ആഴ്ച മുമ്പാണ് അവർ ഒരു ബോൺമത്തിലെ താരത്തിനെ സൈൻ ചെയ്തത്. അതുപോലെ തന്നെ ഈ പറയുന്ന ബയേൺ മ്യൂണിക്കാണ് കഴിഞ്ഞ കൊല്ലം ഒരു ക്രിസ്റ്റൽ പാലസിലെ പ്ലെയറിനെ സൈൻ ചെയ്തത്. അവരൊക്കെ നല്ല പ്ലെയേഴ്സ് ആയിരുന്നു ഈ പറയുന്ന ചെറിയ ക്ലബ്ബുകളിലൊക്കെ. അവരൊക്കെ അങ്ങോട്ട് സൈൻ ചെയ്തപ്പോൾ അതൊക്കെ നല്ല സൈനിങ് ആയിട്ടാണ് കണ്ടത്. പക്ഷേ നമ്മൾ യുണൈറ്റഡ് ഇങ്ങനെ ഒരു 20 ഗോളൊക്കെ ലീഗിലടിച്ച ഒരു പ്ലെയറിനെ സൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ബ്രെൻഫോർഡ്. ഇതെന്താ ഇരട്ടത്താപ്പാന്നാണ് എനിക്ക് മനസ്സിലായത്. അതുപോലെ തന്നെ യുണൈറ്റഡ് ഒരു പ്ലെയറിനെ സൈൻ ചെയ്യുമ്പോൾ അത് ഹൈ സാലറി കൊടുത്തിട്ടായിരിക്കും. ആണെങ്കിൽ ഇപ്പോൾ എന്താ യുണൈറ്റഡ് മാക്സിമം ഇപ്പോൾ കൊടുക്കുന്നത് 150-250 ഉള്ളിലാണ് ഇപ്പോൾ യുണൈറ്റഡ് നിർത്തുന്നത്. 300-350 ഒന്നും കൊടുക്കുന്നില്ല. അതിപ്പോൾ ആദ്യമൊക്കെ കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ അതൊരു മിസ്റ്റേക്കായിരുന്നു. അത് തിരിച്ചു പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു 150-250 കൊടുക്കുന്നുണ്ട്. ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. സ്റ്റാൻഡേർഡായിട്ട് കൊടുക്കാവുന്ന ഒരു സാലറിയാണ്. യുണൈറ്റഡ് ഈ പറഞ്ഞ പോലെ ഒരു ബ്രോ ക്ലബ്ബൊന്നുമല്ല, ഇഷ്ടംപോലെ വരുമാനമുള്ള ഒരു ക്ലബ്ബാണ്. അതുപോലെ തന്നെ ഇഷ്ടംപോലെ പ്ലെയേഴ്സ് ഇവിടെ നിന്ന് പോയിട്ട് അവരൊന്ന് റീപ്ലേസ് പോലും ചെയ്തിട്ടില്ല. മാർഷ്യലൊക്കെ പോയതാണ്, ഡെഹയ പോയതാണ്. അവരുടെയൊക്കെ സാലറിയൊക്കെ ഇപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്യാണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സാലറി കൊടുത്തു, 200K കൊടുത്തു, 150K കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ആരും അക്കൗണ്ടൻ്റ് ആവേണ്ട കാര്യമൊന്നുമില്ല. കൊടുത്തോട്ടെ, ക്വാളിറ്റിയുള്ള പ്ലെയേഴ്സ് വരട്ടെ, അതുമാത്രമേ ഇവിടെ പ്രസക്തിയുള്ളൂ. അല്ലാതെ ബ്രൻഫോർഡിൽ നിന്ന് ഒരു പ്ലെയറിനെ സൈൻ ചെയ്തു, കൂടുതൽ സാലറി കൊടുത്തു. ന്യൂ കാസിലിന് ഇപ്പോൾ എന്തൊക്കെ ഓഫർ ചെയ്യാം? അവർക്ക് ഈ സാലറി അല്ലാണ്ട് ഗൾഫ് ബേസ്ഡ് കമ്പനികളുടെയൊക്കെ ഈ PIFൻ്റെ ഓണർഷിപ്പിലുള്ള കമ്പനികളുടെയൊക്കെ സ്പോൺസർഷിപ്പും അതല്ലാതെ വേറെയുള്ള പല ഡീലുകളൊക്കെ അവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മാൻ സിറ്റി ഒക്കെ ചെയ്യുന്ന പരിപാടി അതാണ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് ഓഫർ ചെയ്യാം. അതിലൊന്നുമല്ല കാര്യം. ഇപ്പോൾ ചില പ്ലെയേഴ്സിന് ഓൾഡ് ട്രാഫോർഡിലൊക്കെ വന്ന് കളിച്ച് കഴിയുമ്പോൾ അവിടുത്തെ അറ്റ്മോസ്ഫിയറും അതുപോലെ തന്നെ ആംബിയൻസും എല്ലാം കണ്ടു കഴിയുമ്പോൾ ഈ ക്ലബിന് വേണ്ടി കളിക്കണം എന്നുള്ള തോന്നൽ വരും. എത്രയോ പ്ലെയേഴ്സ് അങ്ങനെ പറഞ്ഞേക്കണം. ഡെക്ലാൻ റൈസ് ഒക്കെ പറഞ്ഞിട്ടല്ലോ എൻ്റെ ഏറ്റവും ഫേവററ്റ് സ്റ്റേഡിയം ഓൾഡ് ട്രാഫോർഡാണ്. ഗ്രീലിഷിൻ്റെയൊക്കെ പഴയ ട്വീറ്റുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാമല്ലോ. അപ്പോൾ അതാണ് അങ്ങനെ ഒരു സെല്ലിംഗ് പോയിന്റ് ഉണ്ട് യുണൈറ്റഡിന്. അത് നമ്മളിവിടെ ഇരുന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അവിടെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ നിൽക്കുന്ന ഒരാൾക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫീല് മനസ്സിലാവുള്ളൂ. സോ ഗായ്സ്, എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ട് ഇടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.